വിവാദങ്ങൾക്കിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. എ.ഡി.എം. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റായിരുന്ന പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ രത്നകുമാരിയെയാണ് LDF മത്സരിപ്പിക്കുന്നത്. പരിയാരം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് രത്നകുമാരി. UDF സ്ഥാനാർത്ഥിയായി ലിസി ജോസഫ് മത്സരിക്കാനാണ് സാധ്യത. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ വരണാധികാരിയായ കളക്ടറുടെ സാന്നിധ്യത്തിലാകും സത്യപ്രതിജ്ഞ നടക്കുക. ജില്ലാ പഞ്ചായത്തിലെ 24 അംഗ ഭരണസമിതിയിൽ 17 പേർ LDFും 7 പേർ UDFുമാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പി ദിവ്യ പങ്കെടുത്തേക്കില്ല. അതേസമയം A.D.M. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് മലയാലപ്പുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തുക. ശശി നാരായണൻ ചേരുന്നു. ശശി, എപ്പോഴാണ് മൊഴിയെടുക്കുക? എന്തൊക്കെയാണ് അവർ? ഇന്ന് ഒരു 11 മണിയോടെ കൂടി അന്വേഷണ സംഘം മലയാലപ്പുഴയിലെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ കുടുംബം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം എത്തുന്നത്. ആദ്യഘട്ടത്തിൽ മരണസമയത്താണ് അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തി മഞ്ജുഷയുടെ മാത്രം മൊഴിയെടുക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്ത്. ഇതിനിടയിലാണ് പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്തത്. അതോടുകൂടിയാണ് കുടുംബം കടുത്ത വിമർശനം അന്വേഷണ സംഘത്തിനെതിരെ ഉയർത്തിയത്. കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം ഇന്നും മലയാളപ്പുഴയിലെ വീട്ടിലെത്തി മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊഴിയെടുക്കുമെന്ന് അറിയുന്നത്. 11 മണിയോടെ കൂടി എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി, ശരി. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.